എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കൊച്ചിനും കൂടെ 4 ചേട്ടന്മാര് മഴയത്ത് ഇവിടെ കൂടെ ഓടുന്നു. എന്ത് ടെൻഷനായിരുന്നല്ലേ. ഇപ്പൊ നോക്കുമ്പോ എന്തുമാത്രം ഹൈറ്റിലല്ലേ അന്ന് വെള്ളം ഒഴുകിയത്. ഇടുക്കി ഡാമിന്റെ ഷട്ടറിൽ കൂടെ പാല് പോലെ വെള്ളം വന്നൊക്കെ ലൈവ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ ആ സമയത്തുണ്ടല്ലോ വീട്ടിലിരുന്ന് കട്ടൻ ചായയും മിച്ചറൊക്കെ തിന്നാണ് ടിവിയിലൊക്കെ ഫുള്ള് കാണുന്നത്. ഞങ്ങളില്ലേ അന്ന് ഹോസ്റ്റലുള്ള എല്ലാവരുടെ കാശൊക്കെ പിരിവിട്ട് കുറെ സാനിറ്ററി പാഡൊക്കെ വാങ്ങി കളക്ടറേറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു സന്തോഷമായിരുന്നു, നമ്മളെന്തോ ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ഫീല്. സത്യം പറയാനുണ്ടല്ലോ, ഞാൻ ആ സമയത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ അയക്കണം എന്ന് പറഞ്ഞവരൊക്കെ ഞാൻ ചീത്ത കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുമ്പോണ്ടല്ലോ ആ എന്നെ പിടിച്ചുള്ള കിണറ്റിലിടാൻ 8 വർഷം കൊണ്ട് ഒരാൾക്കുണ്ടാവുന്നൊരു മാറ്റേ. ഇതിനെയാണോ നമ്മൾ ഈ തന്തവെയ്തെന്ന് പറയണേ? അച്ഛൻ വേണ്ടല്ലോ ഒരു ദിവസം പെൻഷൻ കിട്ടിയ പൈസ എന്റെ തന്നിട്ട് പറയുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ തട്ടിപ്പാണ്, ഇത് അയക്കരുത്, കൊടുക്കരുത്. അച്ഛൻ ഒറ്റ ഡയലോഗ്, എനിക്ക് നിന്നെ ഉള്ളു വിശ്വാസം ഇല്ലാത്തത്, ഞങ്ങൾക്ക് പെൻഷൻ നിന്ന സർക്കാർ എനിക്ക് ഭയങ്കര വിശ്വാസം. അച്ഛമ്മ മാസമാണല്ലോ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 6812 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. ചൂരൽമലയിൽ ഒരു ടൗൺഷിപ്പ് വരെ നമുക്ക് ഉറപ്പാണ് വരും എന്നുള്ളത്. നീ ആലോചിച്ച് നോക്കിയേ, 1.5 വർഷം കൊണ്ട് 437 വീടുള്ള ടൗൺഷിപ്പ്, അത് വരിക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമല്ലേ. അച്ഛമ്മയ്ക്ക് അത് 8 വർഷം മുന്നേ അറിയാം. ഇപ്പൊ നിനക്കും അറിയാം. അപ്പൊ എനിക്ക്